എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ ഒരു ബബിൾ ലിഫ്റ്റിൽ വന്ന നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പൊ സേഫായി പുറത്തേക്ക് ഇറങ്ങുകയാണ്. സ്റ്റെല്ലിക്കാണെങ്കിൽ ആ ലിഫ്റ്റിലുണ്ടായിരുന്നപ്പോൾ ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ പുറത്തെത്തി കഴിഞ്ഞപ്പോ അവന്റെ ആറ്റിറ്റ്യൂഡൊക്കെ ചേഞ്ചായി. വമ്പം പോസൊക്കെ കൊടുത്ത് കൈയൊക്കെ വീശി കാണിച്ച് അങ്ങനെ ഹായ് ആയിട്ട് നടക്കും. അപ്പൊ അതേസമയം അവർക്കെല്ലാം പുറകിലായി സാക്ഷാൽ സാബോ. അവൻ നൈസായിട്ട് ഒരു സോൾജിയറിന്റെ ഗെറ്റപ്പിൽ അതിൽ കയറി പറ്റിയിരിക്കുകയാണ്. അവിടേക്ക് എത്തിയ VIP-സിനെല്ലാം വാം വെൽക്കം കൊടുത്ത് സ്വീകരിക്കും. ഫിഷർമാൻസിനാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള സ്നാക്സും ബബിൾസും ഒക്കെ കൊടുത്ത് അവരകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യും. അവരങ്ങനെ മുൻപോട്ടേക്ക് നടക്കുമ്പോഴായിരിക്കും വലിയൊരു സ്റ്റെപ്പ് അതവർ കാണുക. ആ സ്റ്റെപ്പ് കണ്ട് അവർ ഒരു സെക്കൻഡ് അങ്ങനെ പകച്ചു നിൽക്കും. അവർക്കാണെങ്കിൽ സ്റ്റെപ്പ് കയറാൻ മടിയാണ്. പക്ഷെ ആ ഒരു സ്റ്റെപ്പ് കയറിയാൽ മാത്രമേ അവർക്ക് യഥാസ്ഥാനത്ത് എത്താൻ പറ്റൂ. ഈ വേൾഡിന്റെ തന്നെ സെന്ററിലേക്ക് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പാണിത്. ആർക്കും അതിൽ യാതൊരു എക്സ്ക്യൂസും ഇല്ല. എല്ലി ആണെങ്കിൽ ചുറ്റും നോക്കും, ഒരു എസ്കലേറ്റർ എങ്കിലും വെച്ചുകൂടെയും ചോദിച്ച് അവനാണെങ്കിൽ ഒരുപാട് പുച്ഛമൊക്കെ വാരി വെതറി അങ്ങനെ നിൽക്കുകയാണ്. അവരാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ ഒരു സ്റ്റെപ്സ് വലിഞ്ഞ് കയറുകയാണ്. സ്റ്റെല്ലിക്കാണെങ്കിൽ ആ സ്റ്റെപ്പൊക്കെ കയറി കഴിയുമ്പോഴേക്കും കാല് പൊട്ടുന്ന വേദന അത് അനുഭവപ്പെടുകയാണ്. മുകളിലേക്ക് കയറി വലിയൊരു ഡോറ് അത് അവർക്ക് മുൻപിൽ തുറക്കപ്പെടും. അടുത്ത നിമിഷം ഒരു ദൃശ്യ വിസ്മയം കണ്ട് അവർ ഷോക്കാവുകയാണ്. ഇടതൂർന്ന് നിൽക്കുന്ന കാട്, അതിനിടയിലൂടെ ഒഴുകുന്ന ചെറിയ നദികളും അരുവികളും, ഇടയിലായിട്ട് ഒരുപാട് ബിൽഡിങ്, അതിൻ്റെ ഒത്ത നടുക്കായിട്ട് ഒരു വലിയ ബിൽഡിങ്, അവിടെ ചുറ്റും എല്ലായിടത്തും പൂക്കളും ചെടികളും ഒക്കെ ആയിട്ട് മനോഹരമായിരിക്കുന്നു. ഇതാണ് സാക്ഷാൽ മറി ജോയ്സ്. മറി ജോയ്സിന്റെ ഭംഗി കണ്ട് എല്ലാവരും കണ്ണിമ ചിമ്മാതെ അവിടേക്ക് തന്നെ നോക്കും. ഇവിടെയാണ് സെലസ്റ്റിയൽ ഡ്രാഗൺസ് അവര് താമസിക്കുന്നതെന്ന് കേൾക്കേണ്ട താമസം. സ്റ്റെല്ലി ആണെങ്കിൽ വിളിച്ചു പറയും, എനിക്കും ഈ സ്ഥലം ഒരുപാട് ഇഷ്ടപ്പെട്ടു. ദ ലാൻഡ് ഓഫ് ഹെവൻ എന്നിത് അറിയപ്പെടുന്നത് വെറുതെ അല്ല. എനിക്കിനി മുതൽ ഇവിടെ താമസിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവൻ ആകാംക്ഷയോടുകൂടെ ആ ഐലാൻഡിന്റെ മുക്കും മൂലയും നോക്കുകയാണ്. അപ്പൊ അതിന്റെ ഒത്ത നടുക്കായി സെലസ്റ്റിയൽ ഡ്രാഗൺസ് ഒക്കെ താമസിക്കുന്ന ആ വലിയ കാസ്റ്റിൽ കാണും. അതൊരല്പം ദൂരെയാണ്, പക്ഷെ അതിന്റെ ഭംഗി അത് നല്ല രീതിയിൽ എംഫസൈസ് ചെയ്ത് നിൽക്കുകയാണ്. അവർ ആ ബിൽഡിങ്ങിലേക്ക് തന്നെ നോക്കി മുൻപോട്ടേക്ക് നീങ്ങും. ഉടനെ സെക്യൂരിറ്റീസ് ആണെങ്കിൽ അവരോട് പറയും, ഇനി നിങ്ങൾ നടന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അവർക്ക് പിടിക്കാനായിട്ട് എല്ലാവർക്കും ഓരോ സ്റ്റിക്ക് കൊടുക്കും. അതൊരു പ്രത്യേക പോയിന്റിൽ കുത്തി നിർത്തുമ്പോൾ ആ ഫ്ലോർ അങ്ങനെ എസ്കലേറ്റർ മൂവ് ചെയ്യും പോലെ പതിയെ മൂവ് ചെയ്യാണ്. ഫ്ലോർ മൂവ് ചെയ്യേണ്ട താമസം നമ്മുടെ സ്റ്റെല്ലി അവൻ ഉച്ചത്തിൽ നിലവിളിക്കും, ഓ നോ, ഈ ഫ്ലോറ് അത് ഇളകാണ്, ഞാൻ ഇപ്പൊ താഴെ വീഴുമെന്ന് പറഞ്ഞ് അവൻ കൺട്രോൾ പോയി നിലത്തടിച്ചു വീഴും. ഉടനെ സോൾജിയേഴ്സ് ആണെങ്കിൽ അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിക്കും. ഇത് ട്രാവലേറ്റർ ആണ്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേസമയം ഫുക്കബോഷിക്കാണെങ്കിൽ അതുവഴി നടന്നു പോകാനായിട്ട് ഒരുപാട് ആഗ്രഹം തോന്നും. കാരണം അവന്റെ സിസ്റ്റർ നമ്മുടെ പ്രിൻസസിന് അവൾക്ക് ചുറ്റുമുള്ള കാടും ബിൽഡിങ്ങുകളും ഒക്കെ തന്നെ നടന്ന് കാണണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അത് കേട്ട് എല്ലാവരും ഇപ്പൊ നടന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഹായ് ആയിട്ട് പോകും. ഇവിടെ സ്റ്റെല്ലിക്കാണെങ്കിൽ അത് തീരെ ഇഷ്ടാവില്ല. ഇവരേതോ കാട്ടുവാസികളാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ആ ഒരു ടെക്നോളജി ഉപയോഗിച്ച് പതിയെ അങ്ങനെ മൂവ് ചെയ്ത് കാസ്റ്റിൽ ലക്ഷ്യമാക്കി പോകും. ആക്ച്വലി നമ്മുടെ ഫുക്കബോഷിക്ക് ആ ഒരു ട്രാവലേറ്ററിൽ പോകാനായിട്ട് എന്തോ ഒരു മടി തോന്നി. അതിലെന്തോ ഒരു ചതി ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് അവൻ മനസ്സിലാക്കി. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ആ ഫ്ലോറിന്റെ അടിഭാഗം കാണിക്കുകയാണ്. ഒരുപാട് അടിമകള് അവര് ഒരു ബെൽറ്റ് ഒക്കെ ഉപയോഗിച്ച് ആ ഫ്ലോർ അങ്ങനെ വലിച്ചു നിൽക്കുകയാണ്. അവരാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ ഒരു ബെൽറ്റ് പിടിച്ചു വലിക്കുകയാണ്. അവർക്കാണെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടും വേദനയും കഷ്ടപ്പാട് സഹിക്കാൻ കഴിയില്ല. വേദനയിലും പട്ടിണിയിലും ബുദ്ധിമുട്ടിലും അവർ നിലവിളിക്കുകയാണ്. അപ്പൊ അതേസമയം ഏതോ ഒരു കാസ്റ്റിൽ നിന്ന് ചാർലോസ് എന്ന് പേരുള്ള ഒരു സെലസ്റ്റിയൽ ഡ്രാഗൺ അവനാണെങ്കിൽ നമ്മുടെ പ്രിൻസസിനെ ബൈനോക്കുലർ വെച്ച് നോക്കുകയാണ്. അവനാണെങ്കിൽ ഒരു സെക്കൻഡ് അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങി അങ്ങനെ നിൽക്കും. ഇവിടെ സെലസ്റ്റിയൽ ഡ്രാഗൺസ് ടീം, ഇവിടെ പ്രിൻസസും ടീമും ഇപ്പൊ ആ കാസ്റ്റിലിന്റെ ഒരു എൻട്രൻസിലേക്ക് വരും. ഡോർ തുറന്ന് അവരകത്തേക്ക് പ്രവേശിക്കുകയാണ്. അതിന്റെ അകത്താണെങ്കിൽ എല്ലാം തന്നെ റോയൽ ഫാമിലിയിലെ മെമ്പേഴ്സാണ്. അവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള സോൾജിയേഴ്സും ബോഡി ഗാർഡ്സും നേവി ഓഫീസേഴ്സുമാണ് അവിടെ മുഴുവൻ. ലോക്കലായിട്ടുള്ള ആർക്കും അവിടേക്ക് പ്രവേശനമില്ല. അവിടെയുള്ള റോയൽ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ പരസ്പരം പരിചയപ്പെട്ടും ബന്ധം പുതുക്കിയും അങ്ങനെ കാഷ്വലായിട്ട് നിൽക്കും. ഇന്നു മുതൽ 7 ദിവസത്തേക്കാണ് ഈ ഒരു മീറ്റിംഗ് അവിടെ നടക്കുക. മാത്രമല്ല ഒരുപാട് പേര് നമ്മുടെ പ്രിൻസസിന്റെ സൗന്ദര്യം കണ്ട് അവരുടെ ഫാമിലിയിലുള്ള പലർക്കും വേണ്ടി അവളെ വിവാഹം ആലോചിക്കുകയാണ്. ഓരോരുത്തരുടെ പാരൻസും അവരുടെ പയ്യന്മാരെ അവൾക്ക് മുൻപിൽ പ്രദർശിപ്പിക്കും. നിനക്ക് ഇഷ്ടമുള്ള ഒരാളെ തിരഞ്ഞെടുക്കാം. പക്ഷെ നമ്മുടെ പ്രിൻസസ് അവളൊരു നിഷ്കളങ്കം നിറഞ്ഞ പെൺകുട്ടിയാണ്. അവളാണെങ്കിൽ തീർത്തു പറയും, നിങ്ങളിൽ ഒരാൾ പോലും എന്റെ ടൈപ്പ് അല്ല. അത് കേട്ട് അവർക്ക് അവരുടെ മുഖത്തടിച്ച ഒരു ഫീല് തോന്നും. ആര്യം വഷളായെന്ന് മനസ്സിലാക്കിയ ഫുക്കബോഷി അവനാണെങ്കിൽ അവരോട് പറയും, അയ്യോ ഇല്ല ഇല്ല, സത്യത്തിൽ അവൾ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല നിങ്ങളോട് സംസാരിച്ചത്. അവൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരുന്നത്. നിങ്ങളെപ്പോലുള്ള ഹ്യൂമൻ ബീങ്സും ഞങ്ങൾ ഫിഷർമാൻസും തമ്മിൽ
കുറെ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ ആരും മോശമായിട്ടൊന്നും ചിന്തിക്കരുതെന്നൊക്കെ പറഞ്ഞ് അവൻ എങ്ങനെയൊക്കെയോ കൺവിൻസ് ചെയ്യും. അതേസമയം യൂഗോഷി ആണെങ്കിൽ ഇപ്പൊ പ്രിൻസസിനോട് പറയും, നീ ദയവ് ചെയ്ത് ഇങ്ങനെ ഹാർഷായിട്ട് സംസാരിക്കരുത്. ആരെങ്കിലും നിന്നെ പ്രപ്പോസ് ചെയ്യുകയാണെങ്കിൽ ചിരിച്ച മുഖത്തോടു കൂടെ നീ അവരോട് തീർച്ചയായാലും നമുക്കൊരു ഡിന്നർ കഴിക്കാമെന്ന് പറഞ്ഞ് അവരുടെ അടുത്ത് നിന്ന് എസ്കേപ്പ് ആവണമെന്ന് പറഞ്ഞ് അവൾക്ക് ക്ലാസ് ഒക്കെ എടുത്തു കൊടുക്കും. നമ്മുടെ ഷിറഘോഷി അവൾ ശരിക്കും അംഗമില്ലാത്ത നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ ഓപ്പണായിട്ട് സംസാരിക്കാനേ അവൾക്ക് അറിയൂ. മറ്റൊരു ഭാഗത്ത് നമ്മുടെ വിവി, അവളാണെങ്കിൽ ലിയോയെ എങ്ങനെ കയ്യിൽ തൂക്കിയെടുക്കും. വാവ്, ഇതിനെ കാണാൻ ശരിക്കും ക്യൂട്ടായിട്ടുണ്ട്, എനിക്കിതിനെ ഒരുപാട് ഇഷ്ടമായെന്ന് പറയും. അതിൽ കലി കയറിയ ലിയോ ആണെങ്കിൽ നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് ഇങ്ങനെ സംസാരിക്കും. ഞാൻ ആരാണെന്ന് നിനക്കറിയോ? ഞാനൊരു വാരിയറാണ്. അതിനവളാണെങ്കിൽ അവനോട് സോറി പറയും. ഐ എം സോറി, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് കേൾക്കുമ്പോൾ അവന്റെ മനസ്സും ചെറുതായിട്ടൊന്ന് അലിയാണ്. അതിനുശേഷം അവരാണെങ്കിൽ അങ്ങനെ കാഷ്വലായിട്ട് സംസാരിക്കുകയാണ്. സംസാരത്തിനിടയിൽ നമ്മുടെ ലൂഫിയെ കുറിച്ച് ഒരു ടോപ്പിക് എടുത്തിടുകയാണ്. ലിയോയ്ക്ക് ലൂഫിയെ കുറിച്ച് അറിയാം എന്ന് വിവി മനസ്സിലാക്കും. അവൾക്കാണെങ്കിൽ ഒരുപാട് സന്തോഷം. അവളാണെങ്കിൽ അവരെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അവരോട് ചോദിക്കും. അവർ രണ്ടുപേരും ഇപ്പൊ ലൂഫിയെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ട് റബേക്ക അവൾ ഓടി വരികയാണ്. റബേക്ക അവളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ലൂഫി ആയിട്ട് അവൾക്കുണ്ടായ ഗുഡ് മെമ്മറി അതിപ്പോ അവരോട് ഷെയർ ചെയ്യും. വിവി ആണെങ്കിൽ അലപ്പസ്റ്റയിൽ എങ്ങനെയാണ് ലൂഫിയും ടീമും അവളെ സഹായിച്ചതെന്നും ആ ക്രൊക്കഡൈലുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവരെ എല്ലാവരെയും തോൽപ്പിച്ച് അവരുടെ രാജ്യം തിരികെ പിടിച്ച് അവൾക്ക് കൊടുത്ത കാര്യവും അതെല്ലാം അവരോട് പറയും. ലൂഫിയാൻ ടീം അവരില്ലായിരുന്നുവെങ്കിൽ എനിക്കും എൻ്റെ പപ്പയ്ക്കും ഞങ്ങളുടെ രാജ്യം തിരികെ കിട്ടില്ലായിരുന്നു. ഞങ്ങളുടെ ജനങ്ങള് പട്ടിണി കിടന്ന് മരിച്ചേനെ. മഴയില്ലാതിരുന്ന അവരുടെ ഐലാൻഡിലേക്ക് വെള്ളം കൊണ്ടുവന്നത് പോലും നമ്മുടെ ആൾക്കാരാണ്. അവസാനമായിട്ട് അവളെ നമ്മുടെ ആൾക്കാർ അവരുടെ പൈററ്റ് ടീമിലേക്ക് വിളിച്ചതാണ്. പക്ഷേ അവളുടെ രാജ്യം അത് അനാഥമായി പോകുമെന്ന് പേടിച്ച് മനസ്സില്ലാ മനസ്സോടുകൂടെ അവൾ ആ ഓഫർ അത് നിഷേധിച്ചു. അന്നാണ് അവസാനമായിട്ട് ഞാൻ അവരെ കണ്ടത്. ആക്ച്വലി ഇപ്പൊ അവരുടെ ബൗണ്ടിയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് കൂടിയിരിക്കുകയാണ്. പലരും അവരെക്കുറിച്ച് വളരെ ബാഡായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അവരെ നന്നായിട്ട് അറിയാം. അവർ നല്ലൊരു പൈററ്റ് ടീമാണ്. അവരെപ്പോഴും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്താണ് അവർക്ക് ചീത്തപ്പേര് നേടിയെടുക്കുക എന്ന് പറയും. അത് കേട്ട് റബേക്കയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടാവും. അവളും ലിയോയും അവരെ ലൂഫി സഹായിച്ച കഥ അത് പറഞ്ഞ് പൊട്ടിക്കരയാണ്. ആ സമയം നമ്മുടെ ഷിറഘോഷി അവൾ ഈ സ്റ്റോറി എല്ലാം കേട്ട് ഇപ്പൊ അവിടേക്ക് എത്തുകയാണ്. പ്രിൻസസ് ആണെങ്കിൽ അവരോട് ചോദിക്കും, നിങ്ങൾ സംസാരിക്കുന്നത് ആ ലൂഫിയെ കുറിച്ചാണോ? ഉടനെ അവളുടെ ബ്രദർ അവനാണെങ്കിൽ അവളെ തടയാണ്. ഇവിടെ വിവിക്കാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. മർമെയ്ഡ് പ്രിൻസസ് ആയിട്ടുള്ള ഇവൾക്ക് എങ്ങനെ ലൂഫിയെ കുറിച്ച് അറിയാം? ഒരുപക്ഷെ ലൂഫി ഇവരെയും സഹായിച്ചിട്ടുണ്ടാവോ? പക്ഷെ ഷിറഘോഷി ആണെങ്കിൽ മറ്റൊന്നും ചിന്തിക്കാതെ അവരോട് തുറന്നു പറയും, സത്യത്തിൽ ഞാനും ലൂഫിയെ കുറിച്ച് സംസാരിക്കാനാണ് ഇവിടേക്ക് വന്നത്. അവൻ ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അത് കേട്ട് വിവിയും റബേക്കയും അവർ രണ്ടുപേരും സന്തോഷത്തോടെ അവളെ നോക്കും. അങ്ങനെ 3 പ്രിൻസസുകളും ഒരുമിച്ച് ചേർന്ന് ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.